ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആശുപത്രിയിൽ വെച്ച് സൂര്യയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പറയുവാണ്. അമ്മ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പൊക്കി പിടിക്കുന്നുണ്ടല്ലോ, ഇതിനിടയിൽ അച്ഛൻ്റെ പറ്റി ഓർക്കാൻ അമ്മയ്ക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല എന്നൊക്കെയാണ് അഭി ചോദിക്കുന്നത്. ഇപ്പം അച്ഛൻ ചെയ്യുന്നതെല്ലാം അമ്മയ്ക്ക് കുറ്റമാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മനസ്സിൽ വെറുപ്പ് മാത്രമേ കാണുള്ളൂ. അഭിയേട്ടാ, അച്ഛനെ സ്നേഹിക്കുന്നവർ മാത്രം മതി ഇവിടെ. അച്ഛനും അതേ ആഗ്രഹിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ കരയാം, വേറെ ആരും വരണ്ടെന്നും പറഞ്ഞ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നതെന്ന് മരുമകൻ നേരം ചോദിക്കാം. അകത്ത് കിടക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ MD ആണെന്ന കാര്യവും ഇതിനകം വാർത്ത പുറലോകം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ശരൺ ഇങ്ങനെ പറയാം. അമലും അഭിയും അതുപോലെ ജാനകിയും അമൃതയൊക്കെ തകർന്ന് നിൽക്കുവാണ്. അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കുന്നവരോട് ഭാര്യയും രണ്ടാമത്തെ മകനും എന്തേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും മറുപടി ഇല്ലാതെ നിൽക്കുക. പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ശരണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ശരൺ ആ കോളും എടുത്ത് അങ്ങ് പോവുക. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി എങ്ങനെ സങ്കടപ്പെടുക. ഈ ഒരു വലിയ ദുരന്തത്തിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് അച്ഛനാണെന്നും അച്ഛനില്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നും നമ്മുടെ ജാനകി അവിടെ നിന്ന് ഇങ്ങനെ പറയുക. ഭയങ്കര സങ്കടത്തിൽ അച്ഛനില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാനകി പറഞ്ഞ് കരയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി അച്ഛ എന്ന് വിളിച്ച ആളകത്ത് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ ജാനകി ഭയങ്കര കരച്ചിൽ കരയുന്നേ. എനിക്ക് എൻ്റെ ഈശ്വരനെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ കരയുമ്പോൾ അമൃത ചെന്നിരുന്ന് ജാനകിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമാധാനിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അമലും അതുപോലെ അഭിയും ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവർ ആകെ തകർന്ന് അങ്ങനെ ഇരിക്കുക. കരഞ്ഞ് ഒരു വഴിക്കായി അവർ. ഈ സമയം പിന്നെ കാണിക്കുന്നത് അജയ്യെ ഹണി റോസ് വിളിക്കുക കേട്ടോ ഫോണിൽ. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഉദ്ദേശിച്ച സമയത്ത് ഫണ്ട് എത്തിക്കും, കാര്യങ്ങൾ നടത്തും, എന്നിട്ട് ഒടുവിൽ ഇപ്പം എന്തായി അജയ്? പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് നിന്റെ കാര്യം എന്നൊക്കെ പറയണു. അയാൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നു ഞാൻ കരുതിയതാണെന്നും ചോദിച്ചുകൊണ്ട് അജയ് അന്നേരം ഈ ഹണിയോട് പറയണത് അവിടെ നിന്ന് നമ്മുടെ നിരഞ്ജന കേട്ടുകൊണ്ട് വരുന്നു. നിരഞ്ജന എന്നിട്ട് ഇത് കേട്ടുകൊണ്ട് പുറകിൽ വന്ന് നിൽക്കുക. അജയ് വന്നതൊന്നും നിരഞ്ജന വന്നതൊന്നും അജയ് കണ്ടില്ല. അപ്പോഴേക്കും ഇവൻ പറഞ്ഞങ്ങ് കാട് കയറാൻ തുടങ്ങി. എൻ്റെ എല്ലാ പ്ലാനുകളും അയാൾ തകിടം മറിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എസ്റ്റേറ്റ് വിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ലെന്നും ഷെയർ ചെയ്യാൻ അമ്മ പറഞ്ഞതും അപ്പോഴേക്കും അയാൾക്ക് ബോധക്കേടും വന്നു. ഇനിയിപ്പോൾ വിശ്രമം ഹോസ്പിറ്റലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമല്ല, പണത്തിന് പണം തന്നെ വേണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മണിയെപ്പറ്റി അത് സൈമണിച്ചായൻ അറിയാമെന്നും പിന്നെ അജയ്ക്ക് ഹിച്ചായൻ്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ എന്നൊക്കെ ഹണി ചോദിക്കുക. മരിയെ ഞാൻ ഒരു പരുവത്തിലാണ് ഒതുക്കി നിർത്തിയിരിക്കുന്നതെന്നും നമ്മുടെ റിലേഷൻ മരിയയ്ക്ക് തീരെ രസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഹോസ്പിറ്റലിൽ വിട്ട് വരാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അജയ് കാണുന്നത് നിരഞ്ജനയെ. അപ്പോൾ ഹലോ അജയ്, ഹലോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് ഹണി പറയുന്നത് അവിടെ നിന്ന് നമ്മുടെ നിരഞ്ജനെ അങ്ങ് കേട്ടു. അപ്പം ഞാനൊരല്പം തിരക്കില്ല, ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അജയ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആരാ അജയ് ആ സ്ത്രീ എന്ന് ചോദിച്ചു. ഇത്ര അധികാരത്തോടെ ഓർമ്മപ്പെടുത്താൻ അവൾ നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു നിരഞ്ജന. അതെൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് അന്നേരം അജയ് പറയാം. കേസിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ ക്ലയൻറ്റിനോടാണോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛനെ പറ്റി അയാളെന്നൊക്കെ പറയുന്നേ എന്ന് നിരഞ്ജന ചോദിച്ചു. ക്ലയൻറ്റിൻ്റെ അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ അജയ് കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ അജയ് തല ഊരാൻ നോക്കുക അവിടുന്ന്. അജയ് അവിടെ നിന്നേ. മനുഷ്യബന്ധങ്ങൾക്ക് അജയ് ഇത്രയും വിലയൊക്കെ കൽപ്പിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു നിരഞ്ജന. ബന്ധങ്ങൾക്ക് അജയ് നൽകുന്ന മാനദണ്ഡം വെറും സ്വത്ത് മാത്രമാണോ എന്ന് ചോദിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ നിരഞ്ജന സംസാരിക്കരുതെന്ന് അജയ് നിരഞ്ജനോട് പറയാം. ഈ കുടുംബത്തിലെ അസ്വസ്ഥതകൾക്ക് കാരണം സ്വത്ത് മാത്രമാണെന്നും ചതിയും വഞ്ചനയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണെന്നും അച്ഛനാവട്ടെ അമ്മയാവട്ടെ ആരും ആയിക്കൊള്ളട്ടെ മക്കളെ വേർതിരിച്ച് കാണുമ്പോൾ നീ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് എന്ത് പ്രസക്തിയുള്ളത് എന്ന് അജയ് ചോദിക്കാം നിരഞ്ജനയോട്. എന്തിനമ്മ അച്ഛനിൽ നിന്ന് ഒരുപാട് ദൂരം അകന്നു നിൽക്കുന്നു? നീ എന്നെ കുറ്റപ്പെടുത്താൻ വരുമ്പോഴേ അതും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ്റെ മനസ്സിൽ അജയ്ക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ അതിന് അജയ് അഭിയേട്ടനെ അല്ല പഴിചാരേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിന് താൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്, അതാണ് ചിന്തിക്കേണ്ടത്. സ്നേഹമായാലും മറ്റെന്തായാലും കൊടുത്താലേ അത് തിരിച്ചു കിട്ടുമെന്ന് അജയ്ക്ക് മനസ്സിലാകാതെ പോയതിൻ്റെ കേട് മുഴുവൻ അവരോട് എന്തിനാ തീർക്കുന്നത്? അച്ഛനതറിയാമായിരുന്നു. അഭിയേട്ടനും ജാനിയടുത്തിയും മറ്റുള്ളവരെ സ്നേഹിച്ചത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നുള്ളത് അച്ഛനറിയാമായിരുന്നു. അഭിയേട്ടൻ എന്തെങ്കിലും സ്വാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അപർണ ഈ വീട്ടിലെ ഒരിക്കലും എത്തില്ലായിരുന്നു എന്ന കാര്യവും നിരഞ്ജന പറയാം. എന്തായാലും എനിക്കൊരു കാര്യം വ്യക്തമായി, അജയ്യെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ള സത്യമൊന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അജയ് ഇങ്ങനെ അവിടെ നിൽക്കുക.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹണിയാണെങ്കിൽ ഒരു ഫയൽ കൊണ്ടുവന്ന് ഒരു പെണ്ണിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞങ്ങ് ഇട്ടു. അതെ, റോസിന്റെ കലി ഈ പേപ്പേഴ്സിനോട് തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ആ പെണ്ണ്. റോസ് ഇനിയും അജയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് വലിയ മണ്ടത്തരമാകുമെന്ന് ആ ചേച്ചി പറഞ്ഞു കൊടുക്കുക. വലിയ സാമ്പത്തിക ബാധ്യതയിലും ചെന്ന് പെടും. അജയ്ക്ക് നഷ്ടം വരാനേ ഒന്നുമില്ല. ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. ഇനിയെങ്കിലും കുറച്ച് ഇച്ഛാശക്തി കാണിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അപ്പോൾ അജയെ പറ്റി എന്നോട് മരിയ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു. അജയ് എന്നെ ചതിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മരിയയ്ക്ക് അജയെ പല കാരണങ്ങളും ഇഷ്ടമല്ല എന്ന് എനിക്ക് പണ്ടേ അറിയാവുന്നതാ. ഇപ്പം അതിനൊരു കാരണം കൂടി ആയി എന്ന് പറഞ്ഞപ്പം വരുമരാഴികളെ പറ്റിയേ ഞാൻ പറയാറുള്ളൂ. ഒരു ഭ്രമത്തിൻ്റെ പേരിൽ ഒരാൾ എടുത്തു ചാടിയ അനുഭവം കൊണ്ട് പഠിക്കും. ഇവിടെ അതല്ല സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു തുകയാണ്. അത് പോയാലേ തിരിച്ചു പിടിക്കാൻ പറ്റുന്നതൊന്നും അല്ലെന്നും ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. റോസ് മറുപടി കൊടുക്കേണ്ടത് സൈമണി ചായനോടാണെന്ന് പറഞ്ഞപ്പം അതിന് മരിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മരിയയുടെ കാര്യം നോക്കാൻ പറഞ്ഞു. ഈ ചായനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ ഒരു നിഴലായിട്ടല്ല റോസിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് റോസ് മറന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ പുള്ളിക്കാരി അവിടെ നിന്ന് പോയി. കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് നീ കട്ട് ചെയ്തില്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. പകരം അവനെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ റോസിന് കഴിയുമോയെന്ന് ചോദിച്ചു. അതാ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിന് നിനക്ക് എന്തായാലും പറ്റത്തില്ലല്ലോ, കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അവിടെ നിന്ന് പോയി. ഹണിയുടെ കാര്യത്തിൽ ഗതിയായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പ്രഭാവതി എന്ന് പറയുന്ന മനസാക്ഷിയില്ലാത്ത സ്ത്രീ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. നിരഞ്ജന വന്നപ്പോൾ അമ്മ എന്നും പറഞ്ഞു വിളിക്കുക. അമ്മ ഇതുവരെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കരുതി അമ്മ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും എന്ന്. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു. അമ്മ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു നിരഞ്ജന. അത് കേട്ടപ്പം ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ഒരു അസുഖവും ഇല്ലെന്നാണ് പ്രഭാവതി പറഞ്ഞത്. അച്ഛനെ കാണാൻ പോകുന്ന കാര്യം അമ്മ ഞാൻ പറഞ്ഞത്. അപ്പം നിനക്ക് പോകണമെങ്കിലേ നീ പൊക്കോണം, മറ്റുള്ളവരെ നീ കൂട്ടുപിടിക്കണ്ട. ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്നും പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ പറയാം. ഇന്നലെ രാത്രി ഇവിടെ നടന്ന സംഭവമൊന്നും ഞാൻ അറിയാതെ പോയി. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വിവരം അജയ് പോലും എന്നോട് പറഞ്ഞില്ല എന്നും നിരഞ്ജന പറയുവാണ്. പറഞ്ഞിരുന്നെങ്കിൽ അഭിയേട്ടൻ്റെയും ജാനടുത്തിയുടെയും കൂടെ ഞാനും ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു എന്നും നിരഞ്ജന പറഞ്ഞു. പ്രഭാവതി ഇരുന്ന് കാണിക്കുന്നതായിട്ട് അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കാൻ തോന്നും. അപ്പം അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ല അമ്മേ. ഇനിയും എന്തിനാ അമ്മ അച്ഛൻ്റെ നേരെ ഇങ്ങനെ മുഖം തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ആരുടെ നേരെയും മുഖം തിരിക്കുന്നില്ല, എൻ്റെ നേരെയാണ് മുഖം തിരിച്ചിട്ടുള്ളതെന്ന് പ്രഭാവതി പറയാം. ഞാനിന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനും വേദനയ്ക്കും കാരണം അതാണെന്ന് പറയുമ്പോഴേക്കും പൊന്നു അങ്ങോട്ടേക്ക് വന്നു. അമ്മ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അച്ഛൻ്റെ ആരോഗ്യനില വളരെ മോശമാണെന്നും അച്ഛൻ ഇപ്പോഴും ICUയിൽ തന്നെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു നമ്മുടെ നിരഞ്ജന. അമ്മ ആവശ്യപ്പെട്ടതെല്ലാം അച്ഛൻ അംഗീകരിച്ച് തന്നില്ലേ എന്ന് ചോദിച്ചു. അമ്മ പിണക്കം മാറ്റിവെച്ച് എൻ്റെ കൂടെ വരാനും നിരഞ്ജന വിളിക്കുവാണ്. നമുക്ക് പോയി അച്ഛനെ ഒന്ന് കാണാമെന്നും പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു കയറി വരും കേട്ടോ. അപ്പോൾ എനിക്കും അച്ചാച്ചനെ കാണണം ചെറിയമ്മയെന്ന് പൊന്നു പറഞ്ഞു. ചെറിയമ്മ എന്നെയും അച്ചാച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാമോ, പൊന്നും വരുന്നുണ്ടെന്ന് കൊച്ചു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൊന്നു ഇപ്പോൾ വന്നാൽ ശരിയാവത്തില്ല കേട്ടോ. പോയാൽ ചിലപ്പോൾ അച്ചാച്ചനെ കാണാനും പറ്റിയെന്ന് വരില്ല. അച്ചാച്ചനെ ICUയിലാണ് ഉള്ളത്. അപ്പം ചെറിയമ്മ പിന്നെ പോയാൽ എങ്ങനെ കാണും? അച്ചമ്മയെ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത് എന്തിനാണെന്നും കൊച്ചു ചോദിച്ചു. ഞാൻ വരും എന്നെയും കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പൊന്നു പറയാം. എനിക്കും അച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞ് പൊന്നു ഇങ്ങനെ പറയുമ്പോൾ കൊച്ചിൻ്റെ സംസാരം പോലും പ്രഭാവതിക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കലി കയറിയ കൊച്ചിനെ നോക്കുക. അപ്പോൾ പൊന്നു പറയുന്നതനുസരിക്ക് മോള് ലച്ചു ചെറിയമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പം ഞാനും വരുമെന്നും പറഞ്ഞു കൊച്ച്. പൊന്നുവിനെ കൊണ്ടുപോ ചെറിയമ്മയെന്നും പറഞ്ഞ് പൊന്നു ഇങ്ങനെ വാശി പിടിക്കുക. പ്രഭാവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് അമ്മ ഡ്രസ്സ് ചെയ്ത് വാ, നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു നിരഞ്ജന. ആ സമയത്ത് പൊന്നുവിനെയും കൊണ്ടുപോകണേ അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. പൊന്നുവിനെ അച്ചാച്ചനൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കൊച്ചിനെ പിടിച്ചൊരു തള്ള് പൊയ്ക്കും എൻ്റെ മുന്നിൽ നിന്നും പറഞ്ഞുകൊണ്ട് അതിനോട് പോലും ക്രൂരത കാണിക്കുവാണ്. ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ പ്രഭാവതി. ഞാൻ എങ്ങോട്ടും ഇല്ലെന്നാ പറഞ്ഞത്, പോവാനല്ലേ നിന്നോട് പറഞ്ഞത്, എന്താ നീ നോക്കി നിൽക്കുന്ന, പോവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനോട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കും കേട്ടോ. അത് പാവം പേടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നിരഞ്ജന എന്താ അമ്മ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പൊന്നുവിനോട് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു അമ്മേ, കഷ്ടമായി പോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താ നിനക്ക് കഷ്ടമായിട്ട് തോന്നിയതെന്ന് ചോദിച്ചു. അച്ചാച്ചനെ കാണണമെന്നുള്ള ആഗ്രഹമല്ലേ പൊന്നു പറഞ്ഞത്, അതിന് അമ്മ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? രാവിലെ തുടങ്ങി ഇവിടെയുള്ളവരുടെ സംസാരം കേട്ട് അച്ചാച്ചൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നലാ പൊന്നുവിനെന്ന് പറയുമ്പോഴും ഈ തള്ളയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മയുടെ ദേഷ്യമൊന്നും കുഞ്ഞിനോട് തീർക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ ദേഷ്യം ആരുടെയും മുന്നിൽ പോയി പ്രകടിപ്പിച്ചതല്ല, എനിക്കിപ്പോൾ വേണ്ടത് കുറച്ച് സ്വസ്ഥതയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും നിരഞ്ജനയും അവിടെ നിന്ന് ഇറക്കി വിടുക കേട്ടോ. അങ്ങനെ വരാനിരിക്കുന്ന വലിയ ഭവിഷ്യത്തറിയാതെ
പ്രഭാവതി എന്ന് പറയുന്ന അഹങ്കാരി അവിടെ ഇരുന്ന് ക്രൂരതകൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടേയിരിക്കുക. സൂര്യ മരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ. മക്കൾ കറിവേപ്പില പോലെ എടുത്ത് വലിച്ചെറിയുമെന്ന് പ്രഭാവതിക്ക് അറിയില്ല. ഈ സമയത്ത് അച്ചമ്മ വഴക്ക് പറഞ്ഞ സങ്കടത്തിലതേ നമ്മുടെ കുഞ്ഞ് അവിടെ വന്നിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് ലച്ചു അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ മോള് കരയുന്നേ? ലച്ചു ചെറിയമ്മയുടെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് മോൾ എങ്ങോട്ടാ പോയേ എന്നൊക്കെ ചോദിച്ചു. എന്തിനാ ഈ മുറി വന്നിരുന്ന് ഇങ്ങനെ കരയണേന്നൊക്കെ ചോദിച്ചു. മോൾക്ക് എന്താ പറ്റിയേ? കുഞ്ഞിന് എന്താ പറ്റിയേ? മോള് വീണോ എന്നൊക്കെ ലച്ചു ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഒരു കാര്യമില്ല, മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ വഴക്ക് പറഞ്ഞ കാര്യങ്ങൾ കൊച്ചു പറയാം. ആ സമയത്ത് ലച്ചു ഫോൺ എടുത്ത് നമ്മുടെ ജാനകിയെ വിളിക്കുക. അപ്പോഴേക്കും വീട്ടിൽ നിന്നാണല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവൾ വിളിക്കില്ല എന്ന് പറഞ്ഞു. അഭിയേട്ടൻ എടുക്കാൻ പറഞ്ഞ് ഫോൺ അഭിയുടെ കയ്യിലേക്ക് കൊടുത്തു ജാനകി. ആ സമയത്ത് എന്താ ലച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ അഭിയേട്ട പൊന്നുവിന് അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളോ, ശരി നീ അവൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുഞ്ഞിന് ഫോൺ കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചനെ വിട്ട് വരാൻ പറ്റില്ലെന്ന് മോൾക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. പൊന്നുവിനെ അച്ഛമ്മ വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ പറയാം. റൂമിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു. പൊന്നുവിന് സങ്കടമായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അബിക്കും ആകെ സങ്കടമായിട്ടോ. അച്ചച്ചൻ ഹോസ്പിറ്റലായപ്പോൾ അച്ചമ്മ വിഷമിച്ചിരിക്കുമല്ലേ, മോള് അങ്ങോട്ട് പോവണ്ട കേട്ടോ, മോൾ അവിടെ ചെന്ന് ഒച്ചയും ബഹളം വെച്ചിട്ടായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ചാച്ചനെ കാണാൻ പോകാനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോഴാണ് അച്ചമ്മ എന്നോട് വഴക്ക് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയതെന്ന് പറഞ്ഞു. മോള് വിഷമിക്കണ്ട കേട്ടോ. ദേ അന്നേരത്തേക്ക് ഫോൺ തന്നേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഫോണങ്ങ് വാങ്ങിച്ചു. ദേ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കാട്ടോ മോളെ എന്ന് പറഞ്ഞ് ഫോണങ്ങ് കൊടുത്തു. മോളെ ദേ പൊന്നുവിനോട് അമ്മ പ്രത്യേകം പറഞ്ഞതല്ലേ ആരുടെയും റൂമിൽ പോകരുതെന്നുള്ളത്, മോളെന്തിനാ പോയത്? അമ്മ പറഞ്ഞത് കേൾക്കാതെ നീ പോയിട്ടല്ലേ വഴക്ക് കേട്ടതെന്നൊക്കെ ചോദിക്കാം. അപ്പം അച്ചാച്ചനെ കാണാൻ പോകാനല്ലേ ഞാൻ പറഞ്ഞോളൂ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നാലും അച്ചാച്ചനെ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, മോള് ലച്ചുവിൻ്റെ കൂടെ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. പൊന്നുവിന് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് ലച്ചുവിനോട് കാര്യങ്ങളെല്ലാം പറയും, അവളെ നോക്കിക്കോളണമെന്നും പറഞ്ഞ്. അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്, ലച്ചു നീ അവളെ നോക്കിക്കോളണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീൽ ഇവർക്ക് ചായ സ്നാക്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാൻ വാങ്ങിച്ചോളായിരുന്നില്ല സക്കീർ ഭായ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഒന്നും കഴിക്കാതെ രണ്ടുപേരും ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കൂട്ടിരിക്കാൻ ആരോഗ്യമെങ്കിലും വേണ്ടേന്നും സക്കീർ ഭായ് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ അഭി എഴുന്നേറ്റിട്ട് ഈ നേരമായിട്ടും ഡോക്ടർ ഒന്ന് കാണാൻ കൂടി തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ അഭി പറയുവാണേ. ടെൻഷൻ കൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പം സൂര്യ സാറിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വക്കീൽ ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ഇവർ. ഈ സമയത്ത് മൂന്നാറിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ അച്ഛന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു ജാനകി. അതിന് ശേഷമാണ് അച്ഛൻ തകർന്നു പോയത് എന്നുള്ള കാര്യവും. അപ്പോൾ 1-2 തവണ അച്ഛന് തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അമ്മയോട് സംസാരിച്ച് കഴിയുമ്പോഴായിരുന്നുവെന്നും പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ അന്നൊന്നും അച്ഛൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഭാര്യയിൽ നിന്ന് ഇങ്ങനൊരു കടന്നാക്രമണം സൂര്യ സാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വക്കീൽ പറയുവാണ്. എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ഒരാൾ കൈവിട്ട് കളഞ്ഞത് അതൊരു വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ്. എന്തൊക്കെ നേടാൻ കഴിഞ്ഞെങ്കിലും ചാരി നിൽക്കുന്ന മരം അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണു പോവുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സക്കീർ ഭായ് അന്നേരം പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമമായി അവർക്ക്. മൂന്നാറിലെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ എഴുതി വെക്കുമ്പോൾ വൈഫിനോട് പറയണ്ടേ എന്ന് ഞാൻ സൂര്യ സാറിനോട് ചോദിച്ചതാണ് എന്ന കാര്യം വക്കീൽ അന്നേരം ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മനസ്സ് തന്നെയാണോ അവളുടേതെന്നും എന്ന മറുപടി മാത്രമാണ് അന്ന് എനിക്ക് തന്നത് എന്ന കാര്യം അന്നേരം സക്കീർ ഭായ് പറയുന്നു. ആ ഒരു വലിയ സത്യം അദ്ദേഹം പറയുവാണ്. എപ്പോഴെങ്കിലും അമ്മയോട് അത് പറഞ്ഞു മനസ്സിലാക്കി കാണും എന്നാണ് ഞാൻ കരുതിയതെന്നും സൂര്യ സാറിൻ്റെ മനസ്സല്ല ഭാര്യയുടേത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം വൈകിപ്പോയി എന്നും സക്കീർ ഭായ് പറയുക കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിയും ജാനകിയും ആകെ തകർന്ന് നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അമൽ വീട്ടിലേക്ക് വന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുക. അപ്പോഴേക്കും അപർണ ഇങ്ങനെ ഇറങ്ങി വന്നു. ബിസിനസ് ടൂറിന് പോയിട്ട് ഇത്ര പെട്ടെന്ന് അമൽ സാർ തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മയെ കിടന്നങ്ങ് വിളിക്കും. അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. നിനക്കെന്താ പറ്റിയത്, നീ എന്തൊരു ബാധ കയറിയതുപോലെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാം. അമ്മയെ കാണാൻ ഒരു കൊച്ചുകുട്ടി കിടന്ന് ഒച്ച വെക്കുന്നു എന്ന് പറഞ്ഞ് അമൽ കിടന്നു അമലിനെ കളിയാക്കി അപർണ വലിയ ആളാകുമ്പോഴത്തേക്കും പ്രഭാവതി ഇറങ്ങി വരുവാണ്. പ്രഭാവതി ഇറങ്ങി വന്നപ്പോൾ അമ്മേ ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അമൽ. അപ്പം നിനക്കെന്താ ഇതിൽ നിന്ന് അറിയേണ്ടതെന്ന് പറയാതെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അമ്മ അച്ഛനോട് സ്വത്ത് ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്താ ഇത്ര ചോദ്യം ചെയ്യാനും മാത്രം വലിയ സംഭവം ഉള്ളതെന്ന് പ്രഭാവതി അമലിനോട് ചോദിക്കുക.
വീണ്ടും മക്കൾ തമ്മിൽ അടിക്കാതെ ഉള്ള സ്വത്ത് പങ്കുവെച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പ്രഭാവതി പറയുമ്പോൾ അമൽ നിന്ന് ചിരിക്കും. അമലിനെ നോക്കി ഈ അപർണ നിന്ന് ചിരിക്കുക. ആ സമയത്ത് അച്ഛൻ എന്താ സംഭവിച്ചത് എന്ന് അമ്മ ഈ നേരമായിട്ട് അന്വേഷിച്ചോ എന്ന് അമൽ ചോദിച്ചു. ഞാൻ സ്വത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നിന്റെ അച്ഛന് ബോധക്ഷയം ഉണ്ടായതെന്ന് നീ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കണ്ട. എൻ്റെയും സ്വത്ത് തന്നെയാണ് ഞാൻ പാർട്ടീഷൻ ചെയ്യാൻ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് ബോധക്കേടൊന്നും വന്നില്ലല്ലോ എന്ന് പ്രഭാവതി പറയുമ്പോൾ ഇത്രയൊക്കെ ആയിട്ടും അമ്മയ്ക്ക് തൃപ്തിയായില്ലെന്ന് എനിക്കറിയാം. അജയേട്ടന് വേണ്ടിയാ അമ്മ അച്ഛനെ മറന്ന് ഓരോന്ന് ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ആരെങ്കിലും പ്രേരിപ്പിച്ചു എന്ന് കരുതി എന്തും ചെയ്യുന്നവളൊന്നും അല്ല ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിന്റെ അച്ഛനെ അറിയിച്ചതെന്നും പ്രഭാവതി വലിയ ഡയലോഗായിട്ട് അങ്ങ് ഇറക്കി വിടുന്നു. ആ പറഞ്ഞിരുന്ന് ചിരിക്കുന്നു. മക്കൾക്ക് ഓരോ കുടുംബങ്ങളായി കഴിഞ്ഞു. നല്ല സമയത്ത് അവർക്ക് അർഹതപ്പെട്ടത് വിട്ടുകൊടുക്കണം. അബിയേട്ടന് വീടും സ്വത്തും എഴുതി കൊടുത്താലോ എന്നുള്ള പേടി, അതല്ലേ ഈ തീരുമാനത്തിന് പിന്നിൽ എന്ന് നമ്മുടെ അമൽ ചോദിക്കുക. തള്ളച്ചിയുടെ അഹങ്കാരം പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തില്ലേ നമ്മുടെ അമൽ. ഞങ്ങളുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരെ കണ്ടു പഠിക്കണമെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടന്നവനാണ് ഞാൻ. ഇതുപോലെ 2 ദമ്പതികൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നും എല്ലാം പണത്തെ മാത്രം ആശ്രയിച്ചാണെന്ന് മനസ്സിലാക്കാനേ എനിക്ക് കഴിയാതെ പോയി എന്നും നമ്മുടെ അമൽ തള്ളയോട് പറയുക. ദേ, സ്വത്തിൻ്റെ പേരിൽ അച്ഛനെ തള്ളിപ്പറയാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കുന്നു അമൽ. ഒന്നും മിണ്ടുന്നില്ല പ്രഭാവതി. ഇതാണോ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സൂര്യപ്രഭ ആണോ എന്നൊക്കെ ചോദിക്കുമ്പം സ്വത്തോ? എന്ത് സ്വത്ത്? ബിസിനസ്സിലൊരു പാളിച്ച വന്നാലേ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ സമ്പാദിച്ചതൊക്കെ എന്ന് പ്രഭാവതിയിലെ ഡയലോഗ് അടിക്കാം. അപ്പോഴും അപർണ നിന്ന് ചിരിക്കുക. നിന്റെ അച്ഛൻ എൻ്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നു. എൻ്റെ മാതൃത്വത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞു. എല്ലാം ക്ഷമിച്ച് കളയാനേ മറ്റുള്ളവർക്ക് പറയാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു പ്രഭാവതി വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കാം. പക്ഷെ വഞ്ചിക്കപ്പെട്ട എനിക്കതിന് കഴിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഭാവതി എരിഞ്ഞു കത്തുന്നത് കണ്ട് അപർണ ഇങ്ങനെ ഉരസി കൊടുത്തുകൊണ്ടേ ഇരിക്കുക സൈഡിൽ നിന്ന്. ഏതായാലും ജയിലിൽ കുറച്ച് നാൾ പോയി കിടന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ആശുപത്രി കിടക്കയിൽ കുറച്ച് നാൾ പോയി കിടന്നു എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നും പറഞ്ഞു അമലിങ്ങനെ വിളിക്കുക. ബോധക്കേട് അഭിനയിച്ച് കിടക്കുന്ന എൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞേക്കുക പ്രഭാവതി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന്. അതും പറഞ്ഞു പ്രഭാവതി ഏറി അങ്ങ് പോയി. ദേ, ഈ ചതിക്ക് അമൽ കൂട്ട് നിൽക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അമലിനോട് പറയുമ്പോൾ ഈ പറച്ചിലിന് എന്ത് ആത്മാർത്ഥതയാടിയുള്ളത്? ചോര മണത്ത് നടക്കുന്ന ചെന്നായുടെ മനസ്സല്ലേടി നിൻ്റേതെന്ന് അപർണയോട് ചോദിക്കുക. അവൾ സപ്പോർട്ടിന് വന്നിരിക്കുന്നു. നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായ? ആദ്യം നിന്റെ അമ്മയ്ക്കും ഏട്ടനും അതിന് മനസ്സ് വരട്ടെ, അത് കഴിഞ്ഞേ ഉള്ളൂ വന്ന് കയറിയവളെന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ അച്ഛൻ ആശുപത്രി കിടക്കുന്നു. ആ സമയത്ത് ലച്ചു ആണെങ്കിൽ ചോറ് കൊണ്ടുപോകാനെല്ലാം പെറുക്കി എടുക്കുക. ഈ സമയത്ത് അത് വന്ന് അപർണ തടഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.